ഇന്ന് CME അതായത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ ഡിസ്കഷനാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്, 2 ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി സബ്ജക്റ്റ് പോലെ തന്നെ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇത് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് എ സെക്ഷനാണ്. നിങ്ങൾക്കറിയാം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് പാർട്ട് എയിലുള്ളത്. ഇപ്പം സർവേ പോലെ ഒരു സബ്ജക്റ്റ് അല്ല. ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്താണ്, ഒരു തിയറി പേപ്പറാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തിയറിയൊക്കെ നിങ്ങൾ പഠിച്ചേ മതിയാവും. ഓക്കെ, പിന്നെ അത്ര ടഫുള്ള തിയറി ഒന്നല്ല, നമുക്ക് അറിയാവുന്ന നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ അല്ലേ, ബിൽഡിംഗ് കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സബ്ജക്റ്റ് അല്ല. അപ്പോൾ നിങ്ങൾ ഞാനിപ്പം ഇതിൽ പറഞ്ഞുതരാം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, പക്ഷേ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തന്നെ ആവുള്ളൂ ഈ സബ്ജക്റ്റ്. ഓക്കെ, ഇപ്പം പാർട്ട് എനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് ഇതിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് മെൻ ബൈ ക്വയറിങ്, ലിസ്റ്റ് ഔട്ട് എനി 4 മെത്തേഡ്സ് ഓഫ് ക്വയറിങ്. ഉണ്ടാവും, ഇത് ക്വയറിങ് എന്താണെന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. കൺസ്ട്രക്ഷനൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. നമ്മൾ ക്വയർ ചെയ്യുന്നത് അറിയാം, അത് നനയ്ക്കുക അല്ലേ. അതിന് ഉള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. പിന്നെ അതെന്താണെന്ന് അതിൻ്റെ മെത്തേഡ്സും. പിന്നെന്താണ് ഡിഫൈൻ സീസണിങ്, വാട്ട് ആർ ദ ഒബ്ജക്ട്സ് ഓഫ് സീസണിങ്. സീസണിങ് എന്ന് പറഞ്ഞാൽ ടിമ്പറിൽ ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. അപ്പം അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ, സാപ്പ് റിമൂവ് ചെയ്യുക. ഇനി അടുത്തത് എന്താണ്, വാട്ട് ആർ അബ്രേസീവ്സ്, ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് അബ്രേസീവ്സ്. പിന്നെ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സിംഗിൾ ആൻഡ് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട്. നമ്മൾ ലാബിൽ ചെയ്തായിരുന്നല്ലേ ഫ്ലെമിഷ് ബോണ്ടൊക്കെ. അപ്പം അതെന്താണെന്നാണ് നിങ്ങൾ ഈ ബോണ്ടുകൾ പഠിക്കുമ്പം ശരിക്കത് വരച്ച് നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും മറക്കില്ല. ഡിഫൈൻ ദ ടേംസ് ഹെഡ് റൂം, ഗോയിങ്. സ്റ്റെപ്പിൽ വരുന്നതാണ് എന്ത്, ഗോയിങ്, റൈസ്, ത്രെഡ്, ഹെഡ് റൂം. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും. അത്ര ടഫുള്ള പോർഷനേ അല്ല ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോറി, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ പേപ്പർ അത്ര. അപ്പോൾ നിങ്ങൾ എല്ലാം മാക്സിമം നോക്കുക, മാക്സിമം കവർ ചെയ്യാൻ നോക്കുക ഈ സബ്ജക്റ്റ്. മറ്റ് സബ്ജക്റ്റിൽ പോലെയല്ല. നമുക്കിപ്പം നിങ്ങൾക്ക് സർവേയോ അല്ലെങ്കിൽ ബാക്കിയുള്ള നിങ്ങളുടെ പേപ്പർ പോലെയല്ല. ഇതിൽ കംപ്ലീറ്റ് തിയറിയാണ്. ഓക്കെ, ഇപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പം ഇതിനകത്ത് ഇത് നെക്സ്റ്റ് വേറൊരു ഇയറിലുള്ള പാർട്ട് എ തന്നെയാണ്. അതിൽ ചോദിച്ചിരിക്കുന്നുണ്ടോ വാട്ട് ഈസ് സ്ലേക്കിംഗ് ഓഫ് ലൈം, ഡിഫൈൻ ബൾക്കിംഗ് ഓഫ് സാൻഡ്, ലിസ്റ്റ് ഔട്ട് എനി 4 പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്റ്റംബർ, ഡിഫൈൻ ദി ടേംസ് ക്ലോസർ, കോർബൽ, റൈറ്റ് ഡൗൺ ദി എനി ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് വൈൽ ഡിസൈഡിങ് ദ ലൊക്കേഷൻ ഓഫ് ഡോർസ് ആൻഡ് വിൻഡോ. മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിന് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇതിനകത്ത് ചോദിച്ചത്. അപ്പം ഇതിനകത്ത് നിങ്ങൾ പഠിക്കുമ്പം കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൽ മാക്സിമം നിങ്ങൾ എല്ലാം മനസ്സിലാക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ. അപ്പം ഒരുപാട് നിങ്ങളങ്ങ് സ്ട്രഗിൾ ചെയ്ത് പഠിക്കാനൊന്നുമില്ല. എല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാം ഒന്ന് നന്നായിട്ട് നോക്കാൻ ശ്രമിക്കുക ഇത്. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് ബി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം 30 മാർക്കിൻ്റെ തന്നെയാണ്. ഇപ്പം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെൻറ്റ്, കോൺക്രീറ്റ്. പിന്നെന്താണ് ആസ്ബറ്റോസിൻ്റെ യൂസസും പ്രോപ്പർട്ടീസും, ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെയിൻറ്റ്സ്, വാട്ട് ആർ ദി കോസസ് ഓഫ് ഡാംനെസ്, റൈറ്റ് ഡൗൺ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സ്റ്റീൽ വർക്ക് ഓവർ ടിമ്പർ വർക്ക്, ടിമ്പർ ഫോം വർക്ക്, റൈറ്റ് ഡൗൺ ദി ഫങ്ഷൻസ് ഓഫ് എ ഫൗണ്ടേഷൻ. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോണൊക്കെ പഠിച്ചേ മതിയാവും, വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ പഠിക്കുക തന്നെ വേണം. ബിൽഡിംഗ് മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ മെറ്റീരിയലിനെ സംബന്ധിച്ച് നിങ്ങൾ മാക്സിമം പഠിക്കണം. ഓക്കെ, ഇപ്പം ഇത് വേറൊരു ഇയറിലെ പാർട്ട് ബി തന്നെയാണ്. ഇപ്പം ഇതിൽ ചോദിച്ചിരിക്കുന്നുണ്ടോ കുറച്ച് അതിൽ ചോദിച്ചതൊന്നും അല്ല. അപ്പം നമുക്കങ്ങനെ സർവേ പറഞ്ഞ പോലെ ഒരു
സ്പെസിഫിക് ഏരിയ ഒന്നും നമുക്ക് കണ്ടെടുത്താൻ പറ്റില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ പഠിക്കാൻ തന്നെ ഉള്ളൂ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ, വർക്കബിലിറ്റി എന്താ, അതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് ആസ്ഫാൾട്ട് ചോദിച്ചിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഗ്ലാസ് ചോദിച്ചിട്ടുണ്ട്, ലിസ്റ്റ് ദി അഡ്വാൻറ്റേജസ് ഓഫ് ഹോളോ ബ്ലോക്ക് മേസണറി ചോദിച്ചിട്ടുണ്ട്, ഡിസ്കസ് ദി ഡിഫക്ട്സ് ഇൻ പ്ലാസ്റ്ററിങ്, വാട്ട് ആർ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് ഫ്ലോർ. ഓക്കെ, പാർട്ട് സി നോക്കുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്, പ്രൊസീജിയർ ഫോർ കണ്ടക്ടിങ് സ്ലം ടെസ്റ്റ് ടു മെഷർ ദി വർക്കബിലിറ്റി. അപ്പോൾ വർക്കബിലിറ്റി എന്താണ് ബി പാർട്ടിലും ചോദിച്ചിട്ടുണ്ടല്ലേ. അതിൽ സ്ലം ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടിമ്പർ, അല്ലെങ്കിൽ അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ എന്താണ്, കൺസിസ്റ്റൻസി ടെസ്റ്റ് ഓൺ സിമെൻറ്റ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ, നിങ്ങൾ ലാബ് ചെയ്തിട്ടുണ്ട് സിമെൻറ്റിൻ്റെ ടെസ്റ്റ്. പിന്നെ കമ്പയർ ക്ലാമ്പ് ആൻഡ് കിൻ ബേണിംഗ് ഇൻ ബ്രിക്ക് മാനുഫാക്ചറിങ്. ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഉപയോഗിക്കുന്ന 2 മെത്തേഡ്സാണ് ക്ലാമ്പും കിൻ ബേണിങ്ങും. അതിൻ്റെ കമ്പാരിസൺ ആണ് ചോദിക്കുന്നത്. പിന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാസ്, പിന്നെ റൈറ്റ് ഷോർട്ട്സ് ഓൺ ബിറ്റുമിൻ വെനീർസ് പ്ലൈവുഡ്സ്. അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് പെയിൻ്റ് ആണ്. പിന്നെ ഡിസ്ക്രൈബ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓഫ് ആസ്ഫാൾട്ട്. ആസ്ഫാൾട്ട് വേറെ പോർഷനിൽ നമ്മൾ കണ്ടല്ലേ, അപ്പോൾ ആസ്ഫാൾട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള നിങ്ങളൊന്നും വിടാതെ മാക്സിമം ഇതിലെല്ലാം മനസ്സിലാക്കാനേ ഉള്ളൂ ഈ പോർഷൻസിൽ. അപ്പോൾ എന്താ, നിങ്ങൾ മാക്സിമം മനസ്സിലാക്കിയിട്ട് പഠിക്കുക, വായിക്കുക. ഇതിൽ മാക്സിമം ടോപ്പിക്സൊക്കെ നിങ്ങൾ വിടാതെ കംപ്ലീറ്റ് ചെയ്യുക. കാരണം ഇത് അത്രയും വലിയ ടഫുള്ള ഒന്നുമല്ല. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ബാക്കി സബ്ജക്റ്റ് നോക്കുമ്പോൾ ഈ സബ്ജക്റ്റ് വളരെ ഈസിയാണ്. മൊഡ്യൂൾ 3-നകത്ത് ടൈപ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഓഫ് കോൺക്രീറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഡിഫക്ട്സ് ഇൻ പ്ലാസ്റ്ററിങ് ചോദിച്ചിട്ടുണ്ട്. അടുത്ത് വാട്ട് ആർ അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോയിൻറ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. പിന്നെ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ബ്രിക്ക് മേസണറി കൺസ്ട്രക്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഇനി 4th മൊഡ്യൂളിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡോ ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ഓൺ ടൈപ്സ് ഓഫ് സീലിംഗ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ചസ് ആണ്. പിന്നെ ചോദിച്ചിട്ടുണ്ട് റൈറ്റ് ഓൺ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് സ്റ്റെയർ കേസ്. ഇതൊക്കെ നിങ്ങൾക്കത് വായിച്ചാൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് സ്റ്റെയർ കേസ് ഒക്കെ ഒന്ന് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ കിട്ടുന്ന പോർഷൻസ് തന്നെയേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, കംപ്ലീറ്റ് തിയറിയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കാം. ഇപ്പം ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് സി ആണ്. നേരത്തെ നമ്മൾ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് സി നോക്കി. ഇതിൽ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഡ്രൈ പ്രോസസ് ഓഫ് മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ സിമെൻറ്റ് മാനുഫാക്ചറിങ്, അല്ല എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് പ്രിസർവേറ്റീവ്. അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയി ചോദിച്ചിട്ടുള്ള എക്സ്പ്ലെയിൻ ദി പ്രോപ്പർട്ടീസ് ആൻഡ് കോസസ് ഓഫ് കാസ്റ്റ് അയൺ ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്ക്. ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് ലാസ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. പക്ഷേ അതിൽ കിൻ ബേണിങ്ങും ക്ലാമ്പ് ബേണിങ്ങും എന്താ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പം ഇതിലത് മാനുഫാക്ചറിങ് പ്രോസസ്സായിട്ട് ചോദിച്ചതേ ഉള്ളൂ. അടുത്ത ടൈപ്സ് ഓഫ് പെയിൻറ്റ്, അത് നിങ്ങളോട് പെയിൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ. പിന്നെ PVC അദസീവ്സ് ആസ്ബറ്റോസ് പല പ്ലേസിലും, അതായത് പാർട്ട് ബിയിലും പാർട്ട് സിയിലും ഒക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഡിസ്കസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇൻഗ്രീഡിയൻസ് ഓഫ് വാർണിഷ്, റൈറ്റ് ഓൺ ദി പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓഫ് റബ്ബർ. അതാണ് അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ ചോദിച്ചിരിക്കുന്നത്. ഈ പെയിൻറ്റും PVC അദസീവ്സും ആസ്ബറ്റോസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. തേർഡ് മൊഡ്യൂളിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, ഡിസ്ക്രൈബ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് അണ്ടർപിന്നിങ്, ഫൗണ്ടേഷൻ്റെ പാർട്ടിൽ വരുന്നതാണ് അല്ലേ. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ടീഷൻസും ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ തേർഡ് മൊഡ്യൂളിൽ ചോദിച്ചിരിക്കുന്ന ഡിസ്ക്രൈബ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് അണ്ടർപിന്നിങ്, എക്സ്പ്ലെയിൻ, അത് നമ്മൾ ഓൾറെഡി നോക്കിയല്ലേ. അടുത്ത അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡാം പ്രിവെൻഷൻ, റൈറ്റ് ഓൺ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്.
4th മൊഡ്യൂളിൽ ചോദിച്ചിരിക്കുന്ന എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോർസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ സൺഷെയ്ഡ്, സൺ ബ്രേക്കേഴ്സ് ആൻഡ് കനോപ്പീസ്. അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ അല്ലേ. സൺഷെയ്ഡും സൺ ബ്രേക്കറും കനോപ്പിയൊക്കെ എന്താ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുമല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ഓൺ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റെയർസ്. സ്റ്റെയറിൻ്റെ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ പെട്ടെന്ന് മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെയർസ് അല്ലേ. അപ്പോൾ അതിൻ്റെ പേരുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇതാണിത്. അടുത്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിൻഡൽസ്, ബ്രിക്ക് ലിൻഡൽ, കോൺക്രീറ്റ് ലിൻഡൽ, സ്റ്റീൽ ലിൻഡൽ, അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലേ ആ പോർഷൻ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എഴുതാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല. ഈ ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ സംബന്ധിച്ച് ഒരു ടഫുള്ള സബ്ജക്റ്റേ അല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച ആ പോർഷൻസൊക്കെ നിങ്ങളൊന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചുറ്റും കാണുന്ന സംഭവങ്ങൾ തന്നെയാണല്ലേ എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്ര ടഫുള്ള സബ്ജക്റ്റ് അല്ല, പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നന്നായിട്ടിരുന്ന് പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.